തുടർച്ചയായി നടത്തുന്ന ശ്രമങ്ങളും ഇതേ പൊസിഷനിൽ കഴിഞ്ഞ കുറച്ചേറെ സമയമായി അത് വരുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു അത് ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. വലിയ പരിശ്രമം ഒരു ആന നടത്തുകയാണ്. കരകയറി കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ആ കാട്ടാന നടത്തിയ ശ്രമം ഇവിടെ വിജയം കണ്ടു. അത് തന്നെ പരിശ്രമിച്ചു, കരയിലേക്ക് കയറി, ആ വഴിത്താരയിലേക്ക് കയറിയിട്ടുണ്ട്. പടക്കമൊക്കെ പൊട്ടിച്ച ആളുകൾ അതിനെ ഇനി കാട്ടിലേക്ക് ഓടിക്കുകയാണ്. കാട്ടിലേക്ക് ഓടണം, അത് ഒരു വഴി തെളിച്ചിട്ടിട്ടുണ്ട്. അത് ആ കാട് ലക്ഷ്യമാക്കി അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് അത് നീങ്ങുകയാണ്. നാട്ടുകാരോടൊക്കെ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിരുന്നു. വീടുകളിൽ നിന്ന് ആരും പുറത്തിറങ്ങരുത്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അത് കാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ് തോന്നുന്നത്. അതിൽ പ്രേക്ഷകർ ഓർക്കേണ്ടത് അവിടെ വിളക്കുകളൊക്കെ അണച്ചിട്ടുണ്ട്. കാരണം അതിനെ ആകർഷിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ കാടാണ്, കാട്ടിലേക്ക് തന്നെ പോകണം. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് കാട്. അത് കാട്ടിലേക്ക് തന്നെ കയറിപ്പോകുമെന്ന് കരുതാം. ഏതാണ്ട് 20-22 മണിക്കൂർ ഈ കാട്ടുകൊമ്പൻ ആ കിണറ്റിലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അത് കരകയറാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരുമൊക്കെയായി നടത്തിയ ചർച്ച ഏറെ വൈകിയാണെങ്കിലും അതിനൊരു ശുഭപര്യവസായി ഉണ്ടാകുന്നു. അത് അവശനാണ് ആന, അതിനെ കരകയറ്റിയിരിക്കുന്നു. വിപിൻ, അത് കരകയറി കാട്ടിലേക്ക് തന്നെയാണല്ലോ ഓടിയത് അല്ലേ? നമുക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അതേ വിജയകുമാർ, ഇപ്പോൾ ആ കാടിന്റെ വഴികളിലേക്ക് നടക്കുകയാണ്. കാട്ടിലേക്ക് തന്നെ കാട്ടുകൊമ്പൻ എത്തുകയാണ്. അതിലേക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു വഴി ഒരുക്കിയിരുന്നു. ആ വഴിയിലൂടെയാണ് ഇപ്പോൾ കാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് കാട്ടുകൊമ്പൻ. അത് നമ്മൾക്ക് ദൃശ്യങ്ങൾ കാണാം. അത് കയറി പോവുകയാണ്. ഓരോ സ്റ്റെപ്പുകളും വെച്ചുകൊണ്ട് അത് കാട്ടിലേക്ക് കയറുകയാണ്. ഇത് ആശ്വാസത്തിന്റെ രാത്രിയാവുകയാണ് ഊർങ്ങാട്ടിരിയെ സംബന്ധിച്ച്. കാരണം ഈ കാട്ടുകൊമ്പൻ വീണതിന് ശേഷം അത്രത്തോളം വിഷമിച്ച്, അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ സ്വരം, അല്ലെങ്കിൽ ഈ ആനയുടെ ശല്യം തുടങ്ങിയിട്ടുള്ള പല വിഷയങ്ങൾ, പ്രതിഷേധങ്ങളും എല്ലാം തന്നെ ഇവിടുത്തെ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. അവർ ഈ ആന എന്താവും എന്നുള്ളതൊരു പ്രതിസന്ധി അവരെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് ഇപ്പോൾ ആ ആശ്വാസമാകുന്നത്. കാട്ടുകൊമ്പൻ തിരിച്ച് കാട്ടിലേക്ക് തന്നെ കയറുന്നു. ആ ദൃശ്യങ്ങളാണ്. ഇത് ആശ്വാസം തന്നെയാണ്.